അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന കടലമാവ് എടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കട്ടകൾ പോലെ കിടക്കും. അതൊന്ന് അരിച്ചിട്ട് വേണം കടലമാവ് എടുക്കാൻ. ഇപ്പം ഗ്ലാസിൻ്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് കടലമാവ് അളന്നെടുക്കുക. മെഷർമെൻറ്റ് അളവിലാണെന്നുണ്ടെങ്കിൽ 250 ml കപ്പിന് 2 കപ്പ് അതാ ഞാൻ കടലമാവ് അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ 1 കപ്പ് കടലമാവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. 2 കപ്പ് മാവ് അളന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടി പോവരുത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 നുള്ള് ബേക്കിംഗ് സോഡയാണ്, സോഡാപ്പൊടിയാണ്. അതും നമ്മൾ 1 കപ്പ് കടലപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്താൽ മതി. 2 കപ്പ് കടലമാവ് ആയതുകൊണ്ടാണ് 2 നുള്ള് ബേക്കിംഗ് സോഡ എടുത്തിട്ടുള്ളത്. അതും കൂടിപ്പോവരുത്. ഈ ഉപ്പും ബേക്കിംഗ് സോഡയും മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ മാവ് അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന ഓരോ കടലമാവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ആദ്യം നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഒരു ദോശ മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിന് വേണം മാവ് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ 1 കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിക്കാണിരിക്കുന്നത്, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളവും കൂടി എടുത്തിട്ടുണ്ട്. സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. വീണ്ടും നമുക്ക് ബാറ്റർ ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ വെള്ളം എടുത്ത് ഒരുമിച്ച് അങ്ങ് ഒഴിക്കാതെ ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കട്ടകളൊന്നും ഇല്ലാതെ കലക്കി യോജിപ്പിച്ചെടുക്കുക. ഗ്ലാസിൻ്റെ അളവിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ മാവ് അളന്നെടുത്തിട്ടുള്ളത് ആ ഗ്ലാസ്സിൽ തന്നെ വെള്ളവും എടുക്കുക. എന്നിട്ട് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഇപ്പോഴും കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. ബാക്കി വെള്ളം മുഴുവനും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള 1/2 കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒഴിച്ചു കൊടുത്ത 1/2 കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ദോശമാവിൻ്റെ പരുവത്തിന് ഈ ഒരു രീതിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഒരുപാട് അങ്ങ് കട്ടിയാവാനും പാടില്ല, ഒരുപാട് അങ്ങ് ലൂസായി പോവാനും പാടില്ല. അപ്പം 2 കപ്പ് കടലമാവിന് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കടലമാവിനനുസരിച്ച് വെള്ളത്തിന്റെ അളവിനും വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതുപോലെ ബാറ്റർ റെഡിയാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഫ്രൂട്ട് കളർ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പൊടി ഉണ്ടാവുമല്ലോ, അതാണെന്നുണ്ടെങ്കിൽ 2 നുള്ള് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇതിന് പകരമായിട്ട് യെല്ലോ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഇപ്പം ഞാൻ കടായിൽ കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ മാവ് കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ താഴ്ന്നിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. എണ്ണ കറക്റ്റ് ചൂട് ആയിട്ടുണ്ട്. അത് ഇതുപോലത്തെ ചെറിയ ഹോളുള്ള കണ്ണാപ്പയാണ്. നമ്മൾ സ്നാക്സ് ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ട് കോരിയെടുക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാപ്പ ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ഇനി കണ്ണാപ്പ ഇങ്ങനെ പിടിക്കുക. നമ്മുടെ ബാറ്റർ കോരിയെടുക്കുക. കപ്പിലോ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ സ്പൂണിലോ കോരിയെടുക്കുക. ബാറ്റർ എടുത്തിട്ടുണ്ട്. കണ്ണാപ്പ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ ഹോളിൽ കൂടെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മളൊന്നും ചെയ്യേണ്ട, ഇങ്ങനെ വെറുതെ കണ്ണാപ്പ വെച്ചിരുന്നാൽ മാത്രം മതി. റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടില്ലേ, എല്ലാം പെട്ടെന്ന് തന്നെ ബോൾസ് പോലെ റെഡിയായി കിട്ടുന്നുണ്ട്. റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. അത് തെന്നി മാറി പൊക്കോളും, ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഫ്ലെയിം നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിം വെക്കുക. 20 സെക്കൻഡ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് അങ്ങ് മുരിഞ്ഞു പോവേണ്ട ആവശ്യമൊന്നുമില്ല. ലൈറ്റായിട്ട് ഒന്ന് നിറം മാറിയാൽ മതി. കണ്ടില്ലേ, നല്ല ബോൾസ് പോലെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ബാറ്റർ കറക്റ്റ് പരുവത്തിന് കിട്ടിയാൽ മാത്രമേ ഇതുപോലെ ബോൾസ് പോലെ ഉരുണ്ട് കിട്ടുള്ളൂ. വെള്ളം കൂടിപ്പോവാനും പാടില്ല, വെള്ളം അങ്ങ് കുറഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് നിറം മാറി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. ഒരുപാടങ്ങ് മൊരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം.
അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ദാ ബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല മുത്തുമണികൾ പോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 250 ml കപ്പിന് 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഗ്ലാസ്സിലാണ് കടലമാവ് അളന്നെടുത്തയാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസ്സിൽ തന്നെ പഞ്ചസാരയും അളന്നെടുക്കാം. ഇപ്പോൾ ദാ 1.5 കപ്പ് പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര അളന്നെടുത്ത അതേ കപ്പിന്റെ അളവിൽ തന്നെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു ഒട്ടുന്ന പരുവായി കിട്ടണം, അതാണ് ഇതിൻ്റെ പരുവം. ഇതിലേക്ക് നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ ആ തൊണ്ട മാറ്റിയിട്ട് ആ സീഡ് മാത്രം പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഏലക്ക പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അഥവാ ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ 3-4 ഏലക്ക തല്ലി ചതച്ച് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നല്ലൊരു കളർ, നമ്മൾ നേരത്തെ ബൂന്തിയിൽ കളർ ചേർത്തിട്ടുണ്ട്. ഈ പഞ്ചസാര പാനിലും കുറച്ചൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കളർ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ഡ്രോപ്പ് കളർ ചേർത്ത് കൊടുക്കുകയാണേ. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു നാരങ്ങയുടെ പകുതി നാരങ്ങ, അതിൻ്റെ കുരു എല്ലാം മാറ്റിയിട്ട് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയല്ല, കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടിയുടെ ആ കുത്തലോ ചൊവയൊന്നും ഉണ്ടാവില്ല. കളറിൻ്റെ ആ പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 നുള്ളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. കേസരി ഫുഡ് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ 3-4 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ആ ഗ്രാമ്പൂവിൻ്റെ ഒരു മണവും ടേസ്റ്റും ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗ്രാമ്പു ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ പഞ്ചസാര പാനി റെഡിയായി കിട്ടും. ഇനി കുറച്ച് എടുത്തിട്ട് നമുക്ക് പഞ്ചസാര പാനി റെഡിയാകുമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ചൂട് മാറിയിട്ട് നോക്കാം. കുറച്ച് കയ്യിലെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒട്ടുന്ന പരുവാണ് നമുക്ക് വേണ്ടത്. ഒരു നൂൽ പാവൊന്നും ആയി പോകരുത്. നമുക്ക് പിടിച്ചു നോക്കുന്ന സമയത്ത് ഒരു ഒട്ടുന്ന പരുവം. ഇനി ഇതിലേക്ക് ബൂന്തി ഇതിലേക്ക് അങ്ങിട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പിസ്ത ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക. ബദാം ചേർക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കശുവണ്ടി കിസ്മിസും നെയ്യിൽ മൂപ്പിച്ചിട്ട് വേണമെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നെയ്യിലൊന്നും മൂപ്പിച്ചെടുക്കാൻ നേരിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പഞ്ചസാര പാനി ബൂന്തി പിടിച്ചെടുക്കും. ഇപ്പോൾ കണ്ടില്ലേ, ബൂന്തി എല്ലാം പഞ്ചസാര പാനി പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് ഉരുള പിടിച്ച് ഉരുട്ടിയെടുക്കാം. ചെറിയൊരു ചൂടുണ്ട്, കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു നാരങ്ങയുടെ വലിപ്പത്തിലാണ് ഇത് ഉരുട്ടിയെടുക്കുന്നത്. ചെറിയ ഉരുള വേണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഉരുട്ടിയെടുക്കുക. പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു രീതിക്ക് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമ്മുടെ ലഡു എല്ലാം ഇതാ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ചെറിയൊരു ചൂടോട് കൂടി തന്നെ ഉരുട്ടിയെടുക്കുക. ചൂട് മാറിക്കഴിഞ്ഞാൽ നല്ലോണം ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ലഡു റെഡിയാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കടയിൽ നിന്നും കെമിക്കൽസ് അടങ്ങിയ ലഡു ഒന്നും വാങ്ങിക്കൊടുക്കാതെ ഇതുപോലെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ലഡു തയ്യാറാക്കി കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല സോഫ്റ്റോട് കഴിക്കാൻ വേണ്ടിയിട്ട് വായിലിട്ടാൽ തന്നെ അലിഞ്ഞിറങ്ങും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ലഡു ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്